നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഒരു ഐഡിയിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഇമ്പോർട്ട് എന്ന കീവേഡാണ്. അതിൽ numpy pandas matplotlib ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ numpy pandas എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു. matplotlib എന്ന് പറയുന്നത് ഒരു പൈത്തൺ ലൈബ്രറിയാണ്. അത് നമ്മൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി sklearn എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ sklearn എന്ന് പറയുന്ന ലൈബ്രറിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് മോഡൽ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറി. അതായത് മെഷീൻ ലേണിംഗ് ലൈബ്രറി. മെഷീൻ ലേണിംഗിന് ആവശ്യമുള്ള ടൂളുകൾ, ഫങ്ഷൻസ് എല്ലാം sklearn എന്ന ലൈബ്രറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ sklearn എന്ന് പറയുന്ന ലൈബ്രറിനെ നമുക്ക് scikit-learn എന്നും പറയാം. അപ്പൊ scikit-learn നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഈ scikit-learn എന്ന് പറയുന്ന ലൈബ്രറിയും കൂടി നമ്മൾ ഇതിൽ ഇമ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മെഷീൻ ലേണിംഗിന് ആവശ്യമുള്ള ഫങ്ഷൻസ് കിട്ടുള്ളൂ. ഇപ്പൊ പാണ്ടാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ പ്രീ പ്രോസസ് ചെയ്യാനും അനാലിസിസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഇനി മോഡൽ ട്രെയിൻ ചെയ്യാനും ട്രെയിനിങ് ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ sklearn എന്ന ലൈബ്രറിയിലെ ടൂളുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഏത് അൽഗോരിതമാണ് ഈ ഒരു മോഡലിന്, ഈ ഒരു പ്രോബ്ലത്തിന് ബേസ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യുന്നതും ആ ഒരു അൽഗോരിതം ചൂസ് ചെയ്യുന്നതും നമ്മൾ sklearn എന്ന ലൈബ്രറിയിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആവശ്യമായ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ റീഡ് CSV, അപ്പോൾ പാണ്ടാസ് എന്ന ലൈബ്രറിയിൽ റീഡ് CSV എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റേനെ ലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ pd.read_csv എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾ ഇമ്പോർട്ട് പാണ്ടാസ് ആസ് pd എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പാണ്ടാസിനെ നമ്മളിവിടെ റീനെയിം ചെയ്ത് pd എന്നാക്കിയിട്ടുണ്ട്, ഒരു ഏലിയാസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാണ്ടാസ് ഡോട്ട് എന്ന് എല്ലായിടത്തും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, pd ഡോട്ട് എന്ന് കോൾ ചെയ്താൽ മതി. pd.read_csv ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ സാലറി ഡാറ്റ, ഇതാണ് നമ്മുടെ CSV ഫയൽ, ഇതിന്റെ പാത്ത് കൊടുക്കുക അല്ലെങ്കിൽ നെയിം കൊടുക്കുക. ഓക്കെ, ദെൻ df.head, ഈ ഹെഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ഡാറ്റ ഫ്രെയിമിൽ കിട്ടുന്ന ഒരു ഫംഗ്ഷനാണ്, അതായത് പാണ്ടാസിലുള്ള ഫംഗ്ഷൻ. നമ്മൾ ഡാറ്റ ഫ്രെയിം ഡോട്ട് ഹെഡ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫസ്റ്റ് 5 റോസ് കിട്ടും. ഇപ്പോൾ വലിയ ഡാറ്റ സെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഡാറ്റ സെറ്റിനെ ഒന്ന് കാണണം, ജസ്റ്റ് കാണണം, ഷോ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5 റോസ് മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിനാണ് ഹെഡ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ pd.read_csv എന്ന് പറഞ്ഞിട്ട് ഈ ഡാറ്റയെ CSV ഡാറ്റയെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ pd ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ കോൾ ചെയ്തത്. ഓക്കെ, അപ്പൊ DFൽ ഇപ്പോൾ ഉള്ളത് ഡാറ്റ ഫ്രെയിം ആണ്. ഇത്ര നേരം അത് CSV ആയിരുന്നു. നമ്മളിത് ലോഡ് pd.read_csv എന്ന ഫംഗ്ഷനിലേക്ക് അത് ലോഡ് ചെയ്തെടുക്കുന്നതോടുകൂടി അത് ഡാറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ആവും. ദെൻ നമ്മൾ DF എന്ന് പ്രിന്റ് ചെയ്താൽ മൊത്തം ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ DF എന്നാണ് റൺ ചെയ്യിക്കുന്നതെങ്കിൽ ആദ്യം റൺ ആയിക്കോട്ടെ കേട്ടോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും മൊഡ്യൂൾ എററോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് നമ്മളിങ്ങനെ എക്സ്ക്ലമേഷൻ ഇടണം. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഇൻസ്റ്റാൾ matplotlib. അപ്പം അത് ഇൻസ്റ്റാൾ ആവും. പിപ്പ് എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാളർ മാനേജറാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇല്ലാത്തൊരു ലൈബ്രറിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പൈത്തണിൽ ഓൾറെഡി matplotlib ഒക്കെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കത് ഇല്ലെങ്കിൽ, ഇങ്ങനെ എറർ വരുവാണെങ്കിൽ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എറർ പോകും. ഓക്കെ, നമ്മളിത് റൺ അയച്ചാൽ ഓക്കെ, ഇതിപ്പോൾ റൺ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എറർ പോയി. നെക്സ്റ്റ് എന്താ, നമ്മൾ ഇത് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് റീഡ് ചെയ്തെടുക്കുന്നത്. ബിക്കോസ് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് റൺ അയക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു എറർ വരും. ഓക്കെ.